ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവിന്ദപുരത്താണ്, അന്ന് പറഞ്ഞ എൻ്റെ ചേച്ചീൻ്റെ ഹോസ്റ്റലിൽ. താങ്ക് യു. എന്തേലും മാറ്റം തോന്നുന്നുണ്ടോ മീനു? ആ, മാറ്റങ്ങളുണ്ടല്ലോ. എന്ത് തോന്നുന്നു? ഇതവിടെ ഒരു ഡ്രോയിങ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഇൻമേറ്റിന്റെ ഡ്രോയിങ്സ് ആണ്. അവള് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സംഭാവന ചെയ്തതാണ് ഈ ഡ്രോയിങ്. അടിപൊളി. പിന്നെ വോൾ ആർട്ട്, പിന്നെ ഇത് നമ്മള് റൂം ആക്കിയാണ് നമുക്ക് ഓർമ്മയില്ല ലിവിംഗ് ഏരിയ ആയിരുന്നു. അപ്പൊ ഇത് നമ്മളൊരു ഫോർ ഷെയറിംഗിന്റെ റൂം ആക്കി. പിന്നെ അങ്ങനെ ചെറിയ ഓക്യുപൈഡ് ആണല്ലേ? ഓക്യുപൈഡ് അവിടെ ആളുകൾ അങ്ങനെ ഓരോന്നും ഓക്യുപൈഡ് ആണ്. ഈ ഷെയറിംഗിന്റെ ഓക്യുപൈഡ് ആണ്. അപ്പൊ അത്യാവശ്യം എല്ലാ റൂമും നമുക്ക് ആളായി. പക്ഷെ ഇനി ആള് വരാനുണ്ട്, വേക്കൻസീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എവരിവൺ എല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. ഇവിടെ കുറച്ചും കൂടെ വേക്കൻസി ഉണ്ട്. അപ്പം കോഴിക്കോട് വന്നിട്ട് ഒരു അടിപൊളി സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാർ ഇങ്ങോട്ട് വരിക. നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആ വന്നിട്ടുള്ളത് നോക്കാം. പ്രത്യേകിച്ച് അത് പിന്നെ ലോസ് ആണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. വലിയ റൂൾസ് ഒന്നും ഇല്ല, എന്നാലും ചെറിയ റൂൾസ്. പ്രോഡക്ട്സിന്റെ കാര്യം മറന്നുകൊണ്ടാ. അതെ. അപ്പം ഫുൾ പാക്കേജ് ആണ്, സ്റ്റേ മാത്രല്ല, എല്ലാം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇതൊരു റൂമായിട്ട് കൺവേർട്ട് ചെയ്തു, ഉണ്ടല്ലോ ബെഡ് ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഗസ്റ്റിന്റെ റൂം അത് നമ്മൾ കാണിച്ചിരുന്നല്ലോ. ഇതൊരു സിംഗിൾ റൂമാണ്. ഇതിപ്പോ ജസ്റ്റ് അലൈൻമെന്റ് ഒന്നും ശരിയല്ല, ആരും ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോ അടുത്ത ദിവസം ഒരു കുട്ടി വരും. ഇത് ഓക്യുപൈഡ് ആണ്. ബെഡ് അങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ അവിടെ സ്റ്റഡി ടേബിളും വെക്കും. പിന്നെ ആൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റാൻഡും ഉണ്ട്. ഇവിടെ ഫാൻ, വാൾ ഫാൻ വരുന്നുണ്ട്. ഇവിടെ ബാത്റൂം വരുന്നുണ്ടോ? ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ കിച്ചണിലേക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ പിന്നെ ഇതൊരു റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡൈനിങ് ഏരിയൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലൂടെ എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അന്ന് നമ്മൾ ശരിക്കും ഡൈനിങ് ഏരിയ കാണിച്ചില്ലായിരുന്നു, പണി നടക്കുകയാണെന്നല്ല പറഞ്ഞത്. അപ്പൊ ഡൈനിങ് ഏരിയ ആണിത്. അവർക്ക് പാത്രം കഴുകാനും ഇതൊക്കെ വാഷ് ചെയ്യാനുള്ളതൊക്കെ സ്ഥലമുണ്ട്. പിന്നെ അത് നേരെ തന്നെ കിച്ചൺ ആണ്. കിച്ചണൊക്കെ ഓപ്പൺ തന്നെയാണ്. അതല്ല, സ്നേഹിതയുടെ അടുക്കള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കിക്കിളി ചട്ടത്തി. നല്ല പൂ പോലത്തെ പത്തിരി കിട്ടണമെന്നെങ്കിൽ ഈ സ്നേഹിതയുടെ കിക്കിളി ചട്ടത്തിയുടെ കിക്കിളിയല്ലേ പത്തിരി വേണം. നിങ്ങൾ പ്രകൃതിദത്തമായ ഭക്ഷണമാണ് ഇവിടെ പിള്ളേർക്ക് കൊടുക്കണത്. ഞങ്ങൾ ഇങ്ങനെയുള്ള നോമ്പ് തുറക്കാനുള്ള പാൽവാഴൊക്കെയാണ് ഉണ്ടാവും. പാൽവാഴക്ക. അപ്പൊ ഇത് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് നോമ്പ് തുറക്കാനുള്ള. ഇന്നെന്താ വൈകുന്നേരം? എന്താ ഫുഡ്? വൈകുന്നേരം നല്ല നൈസ് പത്തിരി, ചിക്കൻ കറി ഉണ്ട്. അപ്പൊ മൃഷ്ടാന്ന ഭോജനാണ്. മൃഷ്ടാന്ന ഭോജനാണ്. പിന്നെ ഞങ്ങള് ഇങ്ങനെ ചക്ക, മാങ്ങ, തേങ്ങ, മുരിങ്ങയില അങ്ങനത്തെ കാര്യങ്ങളില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങൾ. അതെ, പുതിയ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും വരിക. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ സാധാരണ ഹോസ്റ്റലിലെ പോലെ ആയിരിക്കും. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ എന്താ, നമ്മളിവിടെ ഫാമിലി പോലെയാണ് എല്ലാവരും. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ നല്ല അടിപൊളിയായി നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളിവിടെ ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് ഞങ്ങളും കഴിക്കുന്നത്. എല്ലാവർക്കും കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് ഞാനും കഴിക്കുന്നത്. സാധാരണ അങ്ങനെ കിട്ടാറില്ല. ഞാനൊക്കെ നിന്ന ഹോസ്റ്റലില് എന്താ പറയാ, നമുക്ക് വേറെ ഫുഡും അവർക്ക് വേറെ ഫുഡും ഒക്കെ ഉണ്ടാവാറ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ലേഡീസ് ഓൺട്രപ്രണേഴ്സ് റൺ ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ്. അപ്പം അവർക്ക് നമ്മൾ എപ്പോഴും പറയും വിമൻ എൻ്റർപ്രണർഷിപ്പിന് വിമൻസ് അങ്ങനെയാണ്, വിമൻസിന് ശക്തി കൊടുക്കണം. അത് വിമൻസിലേക്ക് മാത്രമേ ഉള്ളൂ ആക്ച്വലി പറയുക. അപ്പം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഗോവിന്ദപുരത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് എന്ത് ആവശ്യങ്ങൾക്ക് വരുന്ന കുട്ടികൾക്കും ഞങ്ങളെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളിവിടെ എല്ലാ സെക്യൂരിറ്റിയിലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റേ തരും. 80% ഓക്യുപൈഡ് ആണ്. 80% ഓക്യുപൈഡ് ആണ്. ഇനി ബാക്കിയുള്ളവരും കൂടെ വേഗം കോണ്ടാക്ട് ചെയ്യുക, വരിക. പിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തന്ന സിംഗിൾ റൂം ഇല്ല, അതൊക്കെ ഫില്ലാണ് ആക്ച്വലി. അത് സിംഗിൾ റൂമിന് ഇല്ല. സിംഗിൾ റൂമിന് വേണമെങ്കിൽ എൻക്വയറി വരുവാണെങ്കിൽ നമുക്കത് മുകളിലുള്ള ഒരു റൂം കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. സിംഗിൾ റൂം പോലെ ആക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് സ്നേഹിതൻ്റെ പുതിയ വിശേഷങ്ങൾ. അപ്പം ഫുഡ്, അക്കോമഡേഷൻ, സെക്യൂരിറ്റി
ഇപ്പോൾ ലൊക്കേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആക്ച്വലി എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും കൂടെ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വന്നവരും നിന്നവരും ഒക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യാന്നുള്ളൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സാധനമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കിക്കിളിച്ചടത്തിയും മോളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, നല്ല താമസം ഒക്കെ നിങ്ങൾക്ക് എൻഷുർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും വേഗം പോകുന്നോളാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ. വേറെ വീഡിയോയിൽ വരാം അല്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.